ഞാനടക്കം ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും പോണുണ്ടോ പെർഫ്യൂമിൻ്റെ ബിസിനസ്സിലോട്ട്. അതെ, അത് ഇതൊക്കെ തന്നെയാണ് കാരണം. നിലവിൽ ഞാനിപ്പോൾ നോക്കിയിട്ട് ലോ ബഡ്ജറ്റിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ പെർഫ്യൂമിൻ്റെ ഓരോ ബോട്ടിൽസ് ആണ്. ഇപ്പോൾ ചിലവർക്ക് ഈ ഡിസൈൻ ആയിരിക്കും, ബോക്സി ഡിസൈൻ ആയിരിക്കും ഇഷ്ടം. 30 ml, പിന്നെ ഇത് 20 ml. ഓ, ലേഡീസിന്, വീട്ടിലിരിക്കുന്ന ലേഡീസിന് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അത് കുറേ പേർക്ക് ഇതിൻ്റെ പേരറിയില്ല. ഞാൻ എൻ്റെ പുരയിൽ ഇപ്പോൾ ഇത്രയും കാലം ഊത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബർണേഴ്സ് ഒരുപാട് ബർണേഴ്സ് ഉണ്ട്, പല രീതിയിലുള്ളത്. നിങ്ങൾ വലുത് വേണമെങ്കിൽ വലുത്, അല്ലെങ്കിൽ ചെറുത് വേണമെങ്കിൽ ചെറുത്. ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് സാധനം കിട്ടും. അതിലുള്ള നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങാൻ ഒരാൾ മീൻസ് ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള ട്രെയിനിങ് നമ്മളിവിടെ കൊടുക്കും. ഒരു തുടക്കക്കാരന് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പാക്കേജിങ്, ലോഗോ ഡിസൈനിങ്, അതുപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് അടക്കം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വെറൈറ്റി കളേഴ്സ് അതിൽ തന്നെ 50 ml തന്നെ വേറെയും കളേഴ്സ് ഉണ്ട്. യാസീൻ പെർഫ്യൂം എന്നാണ് നിങ്ങൾ അടിച്ചു തരും. യാസീൻ പെർഫ്യൂംസ് അടിച്ചു തരും, ഫുൾ അടിച്ചു തരും. ഫുള്ളായിട്ട് അടിച്ചു. അത് നിങ്ങൾ ഇത് പാക്ക് ചെയ്ത് തരുമോ, സെപ്പറേറ്റ് ഇല്ലേ നമ്മൾ പാക്ക് ചെയ്യണം? ഒക്കെ ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടും തരും. ഇനി അതല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ആരും ടെൻഷനോ കാര്യം അടിക്കേണ്ട. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബഡ്ജറ്റ് വരുന്നുള്ളേ. ബോട്ടിൽസ് ഒക്കെ വെറും 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഫൈനൽ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ബോക്സ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. യെസ്, കമ്പനീൻ്റെ പേര്, ഡീറ്റെയിൽസ്, എത്ര ml എന്നുള്ളതൊക്കെ കൊടുത്ത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് 4 എണ്ണം ഇതൊരു കോംബോ ആയിട്ടും നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഗിഫ്റ്റൊക്കെ ആയിട്ട് ബർത്ത്ഡേന്നൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനത്തെ രീതിയിലും നിങ്ങൾക്ക് സെല് ചെയ്യും. എത്ര വരും? ഇല്ല, പെർഫ്യൂം അടക്കം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 400 rupees അത്രേ ഉള്ളൂ. ഒരു കേക്കിൻ്റെ പൈസ പോലും ആവുന്നില്ല. ഒരു 2 month 3 month യൂസ് ചെയ്യാനുള്ള പെർഫ്യൂം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഓൾറെഡി ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോടാണ്, ചെറിയ ഷോപ്പുകളായിട്ടും ഓൺലൈനായിട്ടും ഓൾറെഡി ഇത് ചെയ്യുന്നവരുണ്ടാവും. അപ്പം നല്ലൊരു B2B റേറ്റിന് ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റോറിലോട്ട് വേണ്ട കസ്റ്റമൈസേഷൻ ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും ഇവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പൊതുവേ നമ്മൾ ട്രാവൽ റിലേറ്റഡ് വീഡിയോസാണ് നമ്മുടെ ഈ ചാനലിൽ ഇടാറ്. പക്ഷേ ഇന്നൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. കോഴിക്കോട് എമറാൾഡ് മാളിൻ്റെ ഉള്ളിലുള്ള ഐബോക്സ് അല്ലേ? ഐബോക്സ് വെഞ്ചേഴ്സ് അങ്ങനെ പേരിടാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മൾ അങ്ങനെ ഒരു പേരിട്ടു. അപ്പം നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ ഒരു ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു പെർഫ്യൂം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ബെസ്റ്റ് ടൈം. അതായത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് തുടങ്ങാം, ഓൺലൈനായിട്ട് തുടങ്ങാം, ഏത് രീതിയിൽ വേണേൽ തുടങ്ങാം, അതും കുറഞ്ഞൊരു ബഡ്ജറ്റിൽ. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വേറെ ആരൊക്കെ ഏറ്റവും കൂടുതൽ പെർഫ്യൂമിന്റെ ഇൻട്രസ്റ്റ് ഉള്ളത് മെയിനായിട്ട്. അത് ശരിയാട്ടോ, പെർഫ്യൂമിനെ കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. പിന്നെ വീട്ടിലിരിക്കുന്ന ഉമ്മമാര്, പെങ്ങന്മാര്, ഫുള്ളിയായിട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ചടഞ്ഞിരിക്കുക, അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കുക. അവർക്ക് മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുറത്തു പോയി പണിയെടുക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ആളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുക ചിലപ്പോൾ. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഇപ്പം എന്തായാലും ഇപ്പോൾ എപ്പോഴും ഒരു ഫുഡിനോട് ബേസ് ചെയ്തിട്ടാണ് ഫാമിലീസ് എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആസ്തെറ്റിക് വൈബിൽ തുടങ്ങാൻ പറ്റിയൊരു ഫീൽഡ് എന്നുള്ളൊരു. അതായത് നിങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് വേണമെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ആയിട്ട് തുടങ്ങാം. 2 കാറ്റഗറിയിൽ ചെയ്യാം. അത് പറഞ്ഞാൽ അതായത് ഷോപ്പ് ഇട്ടിട്ട് തുടങ്ങണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഈ പ്രവാസികൾക്കൊക്കെ, അതായത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നുള്ള ഡൗട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ റിട്ടയർമെൻറ്റ് കഴിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്താക്കാം, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നല്ല കാര്യമാണ്. കാരണം പലതരം വെറൈറ്റി പെർഫ്യൂമുകൾ നമുക്ക് നമ്മളെ ബ്രാൻഡിൽ, നമ്മളെ സ്വന്തം പേരിൽ അല്ലേ, അവരുടെ ഓൺ ബ്രാൻഡിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ചെറിയൊരു ക്വാണ്ടിറ്റിയിലും ചെറിയൊരു ബഡ്ജറ്റിലും നമുക്ക് സ്റ്റാർട്ടിങ് ശരിക്കും ഒരു 5,000-10,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഇത് തുടങ്ങാം. സിമ്പിളായിട്ട് ചെയ്തുകൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. കസ്റ്റമൈസേഷൻ നമുക്കൊരു മിനിമം ഒരു 5 to 10 നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പതുക്കെ നമുക്ക് ഗ്രോത്ത് ചെയ്ത് കൊടുത്താൽ
അതന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കയ്യിൽ. 5,000 10,000 എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനും ചെറിയൊരു എമൗണ്ട് ആണ് ഇപ്പോഴത്തെ ഒരു കാലത്തിൽ. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 20,000 മുകളിൽ എങ്ങനെ വന്നാലും നമ്മൾ കണ്ണിൽ കാണണം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് നല്ലോണം വൈഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ വേറൊരു ബിസിനസ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ ചിലപ്പോൾ ബിസിനസ്സിന് അതിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിൽ ബഡ്ജറ്റ് എപ്പോഴും നമ്മളെ കയ്യിൽ ഒതുങ്ങാത്തതാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ അതിലേക്കൊന്നും പോകാത്തത്. ഇതിനെ അപേക്ഷിച്ചിട്ട് മാർക്കറ്റിൽ എപ്പോഴും നല്ലോണം ഡിമാൻഡ്സ് ഉണ്ട്. അതിനൊത്തിട്ടുള്ള സപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സപ്ലൈയിൽ നമുക്ക് കൂടി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയുള്ള ഒരുവിധമുള്ള ഇപ്പോൾ ബിഗ് ആയിട്ടുള്ള എല്ലാ റീറ്റെയിലേഴ്സും ചെറിയൊരു ബിസിനസ്സും വന്ന് തുടങ്ങിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, പ്രോപ്പറായിട്ട് മാർക്കറ്റിങ്ങും പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് പെർഫ്യൂം ഇൻഡസ്ട്രി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പെർഫ്യൂം ബന്ധപ്പെട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവരെ കോൺടാക്ട് നമ്പറിൽ ആദ്യം ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നേരെ ഇവരെ ഷോപ്പിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർക്ക് ചെയ്ത് കൊടുക്കുക? ഫസ്റ്റായിട്ട് നമുക്കൊരു പെർഫ്യൂം ഷോപ്പ്, അതായത് ഇങ്ങനെ തന്നെ പറയാം, ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ എനിക്ക് പെർഫ്യൂം അടിച്ചിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇവിടെ കയറി വന്ന് എന്ത് ചെയ്യും? ആദ്യം നമുക്ക് അവരുടെ ബഡ്ജറ്റാണ് അറിയേണ്ടത്. അവർക്ക് ഇത്ര ഒരു ബഡ്ജറ്റ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ബഡ്ജറ്റ് റേഞ്ച് ആണ് ആദ്യം അറിയേണ്ടത്. എന്ന് വെച്ചാൽ അല്ല, എൻ്റെ ബഡ്ജറ്റ് റേഞ്ച് 10,000 ഉള്ളൂ, ഒരു 10,000 ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട്, വെച്ചാൽ നിങ്ങൾ ഓൺ ബ്രാൻഡിൽ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ ഒരു ഒറ്റ പ്രൊഡക്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതിനെ മാത്രം പുൾ ചെയ്തിട്ട് ബിസിനസ് ഓൺ ആക്കുക. പിന്നെ ഇതിന് ഗ്രോത്ത് ആയിട്ട് കൊണ്ടുവരാം. നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു ഡൗട്ട്, ഏത് പെർഫ്യൂം സെലക്ട് ചെയ്യണം, എങ്ങനത്തെ, അതൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും? അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നമ്മളെപ്പോഴും ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങുന്നത് നമ്മൾ ഇത്ര ഇന്ന കാറ്റഗറീസിലാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷറി നമുക്ക് നമ്മൾ ആ ടാർഗറ്റ് ഓഡിയൻസിനെ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. എന്നിട്ട് അവർക്ക് ഒത്ത ഫ്രാഗ്രൻസ് ആക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യണത് ഒരു മിഡിൽ ക്ലാസ്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു പെർഫ്യൂം ബിസിനസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെന്താ വെച്ചാൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വരിക വെച്ചാൽ അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് പിന്നെ നമ്മൾ കാണിച്ചു തരാം. പെർഫ്യൂം സ്റ്റാർട്ട് ചെയ്യാൻ വന്ന ഒരാൾ അവർ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് പെർഫ്യൂം വിൽക്കണമെന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കി. എനിക്കൊരു ബേസിക് ഐഡിയ ഒന്നുമില്ല, പക്ഷെ എനിക്കൊരു സൈഡ് ബിസിനസ് തുടങ്ങണം. അപ്പോൾ എങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കും അവർക്ക് സപ്പോർട്ടായിട്ട്? പ്രൊഡക്റ്റ് മാത്രമല്ല, സപ്പോർട്ടായിട്ട് എന്തൊക്കെ കൊടുക്കും? പ്രൊഡക്റ്റ് പിന്നെ ഉള്ളത് ഡിസൈനിങ്സും കാര്യങ്ങളും, പിന്നെ മാർക്കറ്റിംഗ് സൈഡിലുള്ള ഹെൽപ്സ്. ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വേണം, അതെല്ലാം ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളിലൊക്കെ ആഡ് റൺ ചെയ്യണതിനുള്ള ചിലപ്പോൾ ഇതൊരു നോർമൽ ആൾക്കാർക്ക് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ബേസിക് ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ ഉള്ളത് പെർഫ്യൂം നമ്മൾ ലൈവായിട്ട് പിന്നെ പെർഫ്യൂമിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കൊടുക്കും. എന്താണ് പെർഫ്യൂം, എങ്ങനെയാണ് പെർഫ്യൂം. അല്ല, എന്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ പെർഫ്യൂമിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് പെർഫ്യൂമിന്റെ ഓയിൽ, പിന്നെ അതിന്റെ കൂടെ എന്തായാലും ചേർക്കുക ആൽക്കഹോൾ. അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പെർഫ്യൂം അടിക്കുക എന്നുള്ള പോലും ആർക്കറിയില്ല, എനിക്കറിയില്ല. ഇതേപോലെ ബേസിക് ഐഡിയ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്കും വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. അതായത് ഒന്നും അറിയണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ വിശദമായിട്ട് എങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കും, ഏത് രീതിയിൽ ചെയ്യാം, പിന്നെ നിങ്ങളെ ബ്രാൻഡിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവരെന്നെ സപ്പോർട്ടൊക്കെ ചെയ്തു തരും, ഏത് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെ. എന്നിട്ട് എന്തൊക്കെ പിന്നെ ബാക്കിയുള്ള പറയും. പിന്നെ ഉള്ളത് നമ്മളത് സാമ്പിൾസ് ആണ് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മളൊരു 100 പീസ് അടിച്ചു തരാം, അങ്ങനെ എല്ലാ പരിപാടി. ആദ്യം സാമ്പിൾസ് തരും. അത് നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലുള്ള ആൾക്കാർക്ക് ചോദിക്കാം, അവരെ വാല്യൂ ഇത് എടുത്തിട്ട് എന്താ പറയുക, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് ഏത് പെർഫ്യൂമാണ്, ഇപ്പോൾ ഒരു 5 ഐറ്റം പെർഫ്യൂമാണ് എടുക്കുന്നത്, ഇതിൽ ഏതായിരിക്കും നല്ലത് എന്നുള്ളൊരു സെലക്ഷനൊക്കെ നടത്തി പിന്നെയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 ഐറ്റംസിന്റെ സാമ്പിൾ തരും. എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് എല്ലാവരോടും ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൂ അതെല്ലാം ഞാൻ 5 എണ്ണം ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേറെയും സാമ്പിൾസ്. നമ്മൾ ആദ്യം എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടമായിരിക്കില്ല നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഓരോരുത്തർക്കും വേറെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു വന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു പെർഫ്യൂം നല്ലൊരു ഇഷ്ടമായി, പക്ഷെ അത് നിങ്ങളെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. കാരണം നമ്മൾ ഒറ്റ പെർഫ്യൂമാണ് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൽ എപ്പോഴും ക്ലിനിക്കലായിരിക്കണം. അപ്പോൾ അതിനാണ് നമ്മളൊരു 4 5 സാമ്പിൾസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാമ്പിൾസ് നമ്മൾ സെർവ് ചെയ്യും. ആ സെർവ് ചെയ്ത സാമ്പിൾസിൻ്റെ എന്താ പറയുക അഭിപ്രായം എടുത്ത് മൊത്തത്തിൽ അതിൻ്റെ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ പെർഫ്യൂം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പ്രോസസ്സ്. പിന്നെ ഉള്ളത്
അതിന്റെ ബോട്ടിലിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ പലതരം ബോട്ടിൽസ് ഉണ്ട്. ഒന്ന് കാണിക്കും ഇതൊക്കെയാണ് ഞാൻ ബോട്ടിൽസ് ബോട്ടിൽസ്, അതായത് പലതരം ബോട്ടിൽസ് ഉണ്ട്. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ ഒരു ബോട്ടിൽസിന്റെ സാമ്പിൾസ്. അത് എത്ര ml മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്? 8 ml തൊട്ടിട്ട് പെർഫ്യൂം ബോട്ടിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 8 ml മുതൽ പെർഫ്യൂമിന്റെ ബോട്ടിലിന്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകും. 100 ml വരെ ഉണ്ട്. 200 ml ബോട്ടിൽ പെർഫ്യൂം ബോട്ടിൽ ഉണ്ട്. പക്ഷെ 200 ബോട്ടിൽ നമ്മൾ ചെയ്യണില്ല. ഓക്കെ, ഇതാട്ടോ ഇതൊക്കെ പെർഫ്യൂമിന്റെ ഓരോ ബോട്ടിൽസ് ആണ്. പലതരത്തിൽ നിങ്ങൾക്ക് ഏതാണ് കളർ ഇഷ്ടം? ഇപ്പോൾ ചിലവർക്ക് ഈ ഡിസൈൻ ആയിരിക്കും, ബോക്സി ഡിസൈൻ ആയിരിക്കും ഇഷ്ടം. ചിലവർക്ക് ഈ ഒരു ഡിസൈൻ. ഇതാ ഇത് കുഞ്ഞത് അല്ലേ? 30 ml. 30 ml. പിന്നെ ഇത് 20 ml. ഓ, ഇത് 20 ml ബോട്ടിൽ, ഇത് 30 ml. അപ്പോൾ ഇത് 50 അത് 50 ml. ഇത് 50 ml കേട്ടോ. 100 ml. ഇത് 100 ml. ഇത്രയൊക്കെ തന്നെയല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വലിയ ഒരു 200 ml എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. പക്ഷെ അത് അത്ര ഇവിടെ ഫേമസ് ഒന്നും. പുറ രാജ്യങ്ങളിലൊക്കെ നല്ല യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ ആയിരിക്കും ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പെർഫ്യൂം യൂസർ ഒരിക്കലും ഒരു ഫസ്റ്റ് തന്നെ ഒരു 100 ml ഒന്നും മേടിച്ച് യൂസ് ചെയ്തോളണമെന്ന് ഇല്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് അവരെന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ വലുതിലേക്ക് പോകുള്ളൂ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കണമായിരിക്കും. ഇതില്ലേ ഇപ്പൊ ഇത് 20 ml. അതിൽ തന്നെ 3 വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട്. വേറെ കളേഴ്സ് ഉണ്ടോ? ഇല്ല, ഈ 3 ml നമുക്ക്. ഇതൊക്കെയോ? ഇത് 50 ml. 50 ml വെറൈറ്റി കളേഴ്സ് കേട്ടോ. അതിൽ തന്നെ 50 ml തന്നെ വേറെയും കളേഴ്സ് ഉണ്ട്. ഇത് 30. ഇത് 30 ml. അതിന്റെ ഇതിൽ തന്നെ 30 ml വേറെ ഷേപ്സ് ഉണ്ട് ടെംപ്ലേറ്റിൽ. 30 ml ഇതൊരു 30 ml ബോട്ടിലാണ്. ഓക്കെ, ഇതൊരു ബോട്ടിലാണ്. ഓക്കെ, ഇതൊക്കെ 30 ml ആണ്. ഇതൊരു 30 ml ആണ്. എടാ ഒന്ന് സൂം ചെയ്തൊക്കെ എടുത്തു. ഇതൊരു 30 ml ആണ്. ഓക്കെ ഓക്കെ. ഇതോ? ഇതും 30 ml കേട്ടോ. പലതരം വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മളൊരു പെർഫ്യൂം കണ്ടുപിടിച്ചു. ഇനി ബോട്ടിലായി. ബോട്ടിൽ സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തെന്താ സ്റ്റെപ്പ്? ബോക്സ് വേണം, അതിന് പാക്കേജിങ് വേണമല്ലോ. അല്ല, നമ്മളെ പേര് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. അതെങ്ങനെ? നമുക്ക് ഇഷ്ടമുള്ള എന്ത് നമ്മളെ ബ്രാൻഡിന്റെ ഏത് പേര്? നിങ്ങളെ ബ്രാൻഡ് നെയിം എന്താണോ അതിന്റെ ലോഗോ ഇപ്പൊ യാസീൻ പെർഫ്യൂം എന്നാണ് നിങ്ങൾ അടിച്ചു തരും. യാസീൻ പെർഫ്യൂംസ് അടിച്ചു തരും. ഫുൾ അടിച്ചു തരും. അത് നിങ്ങൾ ഇത് പാക്ക് ചെയ്ത് തരുമോ? സെപ്പറേറ്റ് ഇല്ല നമ്മൾ പാക്ക് ചെയ്യണം? ഒക്കെ ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടും തരും. ഇനി അതല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ബോട്ടിൽ ഇവർ തന്നെ മിക്സ് ചെയ്ത് തരണമെങ്കിൽ ഇവർ തന്നെ മിക്സ് ചെയ്ത് തരും. ഇല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് മിക്സ് ചെയ്യുക. ഏത് രീതിയിലും ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്ത് കൊണ്ടതിന് ശേഷം പിന്നീട് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണലിസം ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ ചില ഒരു 100 പീസിന്റെ പാക്കേജ് പറയുമ്പോൾ നമ്മളതിന്റെ വൃത്തിക്കും കാര്യങ്ങൾക്കൊക്കെ ചെയ്തിട്ട് അതാകുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ വേസ്റ്റേജസ് കൂടും. അപ്പൊ അത് നിങ്ങളെ ഇഷ്ടമാണ്, കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അതിനുശേഷം നമ്മളെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിന്റെ മൂടി കാര്യങ്ങളൊക്കെ ഏതൊക്കെ വരുന്നത്? ഇതിന് ബോട്ടിലിന്റെ മൂടി വരില്ലേ? പെർഫ്യൂം ക്യാപ്സ് ഉണ്ട്. ഇതിപ്പോ പെർഫ്യൂമിന്റെ ക്യാപ്സ് ആണ്. ഇതിൽ വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോ കുറച്ചേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത് ഇതിങ്ങനെ ഒരു കോംബോ ആയിട്ടല്ലേ വരിക? ഇല്ല, ഇത് സെപ്പറേറ്റ് റേറ്റ് ചെയ്ത് സെപ്പറേറ്റ് പെർഫ്യൂമിന്റെ പമ്പ് ഉണ്ട്. പിന്നെ ആരും ടെൻഷനോ കാര്യം അടിക്കേണ്ട. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബഡ്ജറ്റ് വരുന്നുള്ളേ. ബോട്ടിൽസ് ഒക്കെ വെറും 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇത് മൊത്തം ഒരു ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് ഒരു 10 രൂപ മുതൽ സ്റ്റാർട്ടിങ്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ള ഇതൊന്നുമില്ല. നിങ്ങളെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് അവർ മാക്സിമം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സെറ്റിൽ ചെയ്ത് തരും. നമുക്ക് പ്രിന്റിങ്ങിനും ബോക്സിങ്ങിനും ആണ് നമുക്കൊരു MOQ മെയിൻ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ബോട്ടിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 200 പീസെങ്കിലും മിനിമം പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളെ ബോട്ടിലും നമ്മുടെ ലോഗോ ഒക്കെ പ്രിന്റ് ചെയ്യാൻ 200 പീസ് വേണം. അതേമാതിരി തന്നെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ മാത്രമാണെങ്കിലോ? ബോട്ടിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ MOQ നമുക്ക് കാര്യമാക്കും ഒരു 12 പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഒരു 12 പീസ് വേണമെങ്കിൽ നമുക്ക് അതും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് 100 രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൂടെ? അപ്പോൾ ആ രീതിയിലും ഇല്ലല്ലേ. ഇതാട്ടോ ഇത് ക്യാപ്പല്ലേ? പെർഫ്യൂമിന്റെ പമ്പ്. ഇതാണ് നമ്മൾ ജസ്റ്റ് ഇതിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത് ലോക്ക് ചെയ്യാം. ഇത് ചെറിയൊരു മെഷീൻ വെച്ച് നമ്മൾ പുൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബോട്ടിലൊക്കെ എത്ര സ്പ്രേയിങ് ഉണ്ടാവും അറിയോ? അത്യാവശ്യം നല്ല ഉണ്ടാവും. നമുക്ക് 1 മന്ത് ബൾക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 1 മന്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ. അപ്പം ഇതാണ് കുപ്പി കാര്യങ്ങൾ. ഇനി ബ്രാൻഡ് കൊടുത്ത് ഇനി ഇതിന്റെ പാക്കിംഗ് എങ്ങനെയാ? വേറെ എക്സ്ട്രാ പാക്ക് ചെയ്തൂടെ നമുക്ക് വേണമെങ്കിൽ? സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിപ്പോ എന്താ പറയാ, ഇതിപ്പോ ഒരു കമ്പനിയുടെ ബോക്സ് ഇതുമാതിരി തന്നെ നിങ്ങളെ ബ്രാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അല്ലൂർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതാട്ടോ ഫൈനൽ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ബോക്സ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. കമ്പനീൻ്റെ പേര്,
ഡീറ്റെയിൽസ് എത്ര ML എന്നുള്ളതൊക്കെ കൊടുത്ത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. വേറെ ബ്രോ ഒരു കസ്റ്റമൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതാ ഇതിപ്പോ ഗിഫ്റ്റ് ബോക്സ് ആണ്. ഗിഫ്റ്റ് ബോക്സ് അല്ലേ? ഇതിപ്പോ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് 20 ml ഇത് ഗിഫ്റ്റ് ബോക്സ് പോലെയാണ്. ഇതാ ഇതിലിപ്പോൾ 4 എണ്ണം ഇതുപോലെ ഇതാ ഇവിടെ എടുക്കുക. 20 grams ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് 4 എണ്ണം ഇതൊരു കോംബോ ആയിട്ടും നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഗിഫ്റ്റൊക്കെ ആയിട്ട് ബർത്ത്ഡേന്നൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനത്തെ രീതിയിലും നിങ്ങൾക്ക് സെല് ചെയ്യാം. വലിയ റേറ്റ് ഒന്നും വരില്ല. ഒരു എത്ര വരും? ഇല്ല, പെർഫ്യൂം അടക്കം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 400 rupeesലൊക്കെ നമുക്ക് അത്രയേ ഉള്ളൂ. ഒരു കേക്കിൻ്റെ പൈസ പോലും ആവുന്നില്ല. ഒരു 2 month 3 month യൂസ് ചെയ്യാനുള്ള പെർഫ്യൂം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നല്ല ഭംഗിയിൽ ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങളെ ബ്രാൻഡിൻ്റെ പേര് ഡീറ്റെയിൽസ് മൊത്തം ഇതിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാ വേറെ ഉണ്ട് കേട്ടോ പല രീതിയിലുള്ള പാക്കിങ്. ഇതാണ് നമ്മൾ മറ്റേ ഇത് 30 ml 20 ml പാക്കിങ്. ഇതിലും എല്ലായിടത്തിലും നമുക്ക് നമ്മളെ ബ്രാൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് അല്ലൂതാണോ ഈ കമ്പനീൻ്റെ പേര്? അല്ലൂത്ത് എന്ന കമ്പനീൻ്റെ പേരാണ് കേട്ടോ. അടുത്തതായിട്ട് ഇവർ മെയിൻലി ചെയ്യുന്ന സാധനമാണ് കാർ പെർഫ്യൂം. അതായത് ഇതും നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതെങ്ങനെയാണ് കാര്യങ്ങൾ? അതിൻ്റെ നമ്മളൊരു സ്വന്തമായിട്ട് ഒരു കാർ റിലേറ്റഡ് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഒരു കാർ വാഷ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട്, ഒരു കാർ വാഷ് ഒരു ആക്സസറീസ് ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് അവർക്ക് ഓൾറെഡി അവരുടെ സ്റ്റോർ ഉണ്ട്. അവർ ഓൾറെഡി അവിടെ ഒരു കാർ പെർഫ്യൂം വിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടി കമ്പനീൻ്റെ ബ്രാൻഡിൻ്റെ പെർഫ്യൂം ആവും. എന്തുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടൊരു സ്വന്തം ബ്രാൻഡിൽ ഒരു പെർഫ്യൂം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് കാർ വാഷ് സ്വന്തമായിട്ടുള്ളത്, അതൊരു കാർ ആക്സറീസ് സ്വന്തമായിട്ടുള്ളവർ, ഇനി ബൈക്കിൻ്റെ ആയിക്കോട്ടെ അവിടെയും കാറിൻ്റെ ഒക്കെ വിൽക്കാം. അങ്ങനത്തെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ വെറുതെ തേർഡ് പാർട്ടീൻ്റെ നിന്ന് മേടിച്ചിട്ട് വിൽക്കണ്ട. നിങ്ങളെ സ്വന്തം നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടാവും, ആ ഷോപ്പിൻ്റെ പേരിട്ടിട്ട് ഇതേപോലെ പെർഫ്യൂം കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നീട് അതെന്തൊക്കെ ബൾക്കാക്കിയിട്ടൊക്കെ. അതെ, സ്വന്തമായിട്ടൊരു സ്റ്റോർ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സ്വന്തം ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേറൊരു ചോയ്സ് ഇല്ല വരുന്നവർക്ക്. അതുമല്ല, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ട് എന്ന് പറയുന്ന ഒരു രസമല്ലേ? അതായത് നമുക്കൊരു സ്വന്തമായിട്ടൊരു കാർ പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് ഉണ്ട് എന്ന് പറയുന്നത് പ്രൗഡാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയാണ് കാർ പെർഫ്യൂം കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. അതിനും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോലെ ഒരു ലോ MOQയിൽ നമുക്ക് മൈൽഡായിട്ടുള്ള സ്മെല്ല് ഫോക്കസ് ചെയ്തിട്ട് പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ലാബിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതും ഈ പറഞ്ഞ പോലെ ഈ ബോട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ വന്ന് നിങ്ങൾ സാമ്പിൾസ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, ഇവരെ കയ്യിൽ ഓൾറെഡി കുറേ സാമ്പിൾസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടുന്ന ഒരു സ്മെല്ലില്ലേ? യെസ്, അതായത് നമ്മൾ കാർ റിലേറ്റഡ് ആയിട്ട് നിലവിൽ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് എന്ന് പറയുന്നത് അവർ പല ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, കാറിൽ നിന്നിട്ട് ഫുഡ് കഴിക്കുന്നവർ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്മെല്ലൊന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ഉണ്ട്. ആ രീതിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ആണ്. അങ്ങനത്തെ വരെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രാഗ്രൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ല ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് അപ്പോൾ ഒരു മൈൽഡ് സ്മെല്ല് വണ്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ഉണ്ട്. ഇനി അതല്ല, കാറിൻ്റെ ഉള്ളിലെ സ്മെല്ല് അലർജി ആയിട്ടുള്ളവരുണ്ടാവും, വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നവർ. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമുക്ക് വളരെ മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് യൂസ് ചെയ്തിട്ട് കാർ പെർഫ്യൂം കസ്റ്റമൈസ് ചെയ്യും. അതും പിന്നെ ഇതൊരു കാറ്റഗറി ഓഫ് ബോട്ടിലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തുകൂടെ? നമുക്ക് 50 ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്നത് 50 ml ആൻഡ് 100 ml ആണ്. നിലവിൽ 50 ml ചെറിയ ബോട്ടിൽ ഈ ഒരു ബോട്ടിലാണ് വരുന്നത്. 100 ml വരുന്നത് ഈ ഒരു ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ അല്ലൂത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കാർ പെർഫ്യൂമാണ്. ഓക്കെ. ഇത് നിങ്ങളെ രീതിയിൽ, നിങ്ങളെ പേര് ഇപ്പോൾ ഈ കാർ വാഷിൻ്റെ പേര് ഇപ്പോൾ എന്തായിരിക്കും? ഒരു കാർ വാഷിൻ്റെ പേര് പറയടാ, എന്തായിരിക്കും? കാർ ഫാക്ടറി. അപ്പോൾ കാർ ഫാക്ടറീൻ്റെ പേരിൽ തന്നെ അത് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ പെർഫ്യൂം കണ്ട്, പിന്നെ കാർ പെർഫ്യൂം കണ്ട്, ഇനി അടുത്തൊരു ഐറ്റമാണ് ഇവിടെ ഇവർ ചെയ്യുന്നത്, ബഹൂർ. അത് കുറേ പേർക്ക് ഇതിൻ്റെ പേരറിയില്ല. ഞാൻ എൻ്റെ പുരയിൽ ഇപ്പോൾ ഇത്രയും കാലം ഊത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീട്ടിലൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ ഈവനിങ്ങിലൊക്കെ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ പോകും, അതിന് യൂസ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം കത്തിക്കാം നമുക്ക്. ഇത് എത്ര വെറൈറ്റീസ് ഉണ്ട്? ഇതിൻ്റെ ഉപകാരം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്
നിലവിലിപ്പോൾ നമ്മുടെ അടുത്ത് 8 വെറൈറ്റീസാണ് ഉള്ളത്. 8 വെറൈറ്റീസിൽ ഡിഫറെൻറ്റ് സൈസിലും വരുന്നുണ്ട്. ഇതിപ്പോൾ വരുന്നത് 250 ഗ്രാമാണ്. ഇത് 20 ഗ്രാം, പിന്നെ 50 ഗ്രാം വരുന്നുണ്ട്, 500 ഗ്രാം വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ഈ പെർഫ്യൂം ചെയ്ത പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡിൽ എല്ലാവർക്കും കൊടുക്കും. നിലവിൽ നമ്മളുടെ ബ്രാൻഡ് വേണമെന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അതല്ല ഇനിയിപ്പോൾ പ്രൈവറ്റ് ലാബലിംഗ് അവർക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡിൽ അവരുടെ പ്രൊഡക്റ്റ് ബഹോർ ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവരുടെ റിക്വയർമെന്റ് ഏതാണോ നിങ്ങളെ ബ്രാൻഡിൽ ഇറക്കുമ്പോൾ കുറച്ചൊരു ബഡ്ജറ്റ് കൂടും. അതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ ബ്രാൻഡിൽ തന്നെ നിങ്ങൾക്ക് സെല് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ, നമ്മളുടെ ഈ ഒരു നിലവിൽ പല്ലൂത് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ബ്രാൻഡ് ഉണ്ട്. സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാനും പറ്റും, ലോ MOQയിൽ മേക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളതെന്ന് കാണിച്ചു തരും. ഏതാ നിങ്ങൾ ചെയ്തോളി, അതായിരിക്കും നല്ല ഉണ്ട് എടുക്കുക. ഇതാണ് പൊട്ടിക്കേണ്ടത്. ഏതാ? ഏതും പൊട്ടിച്ചോളൂ, വിഷയമൊന്നുമില്ല. അതായത് ഇതൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പലതരത്തിലുണ്ട് കേട്ടോ, ഇലക്ട്രിക്കൽ ഐറ്റംസ് വരുന്നുണ്ട്. ഞാൻ കൈ കൊണ്ട് എടുത്ത്, ഇനിയിപ്പോൾ എൻ്റെ കൈ ഇതായിരിക്കില്ല സ്മെല്ല് ചെയ്യാം. ആയി എടാ, ഇത് മറ്റേ നമ്മളെ ഇതില്ലേ റോജ, പക്ഷേ സ്മെല്ല് വേറെ കേട്ടോ. ഇതൊക്കെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഫംഗ്ഷന് വരുന്നിടത്ത്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ ഇതൊക്കെ കത്തിച്ചാൽ മൊത്തത്തിലൊന്ന് കൂളാവും. വർക്ക് പ്ലേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഏരിയയിൽ യോഗ എക്സസൈസ് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂം ഫ്രാഗ്രൻസ് ആണ്. പള്ളിയിലും യൂസ് ചെയ്യാൻ പറ്റും. അമ്പലത്തിൽ പറ്റുമോ? അമ്പലത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്രാഗ്രൻസ് വേറെ വരുന്നുണ്ട്, സ്മെല്ല് വേറെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഊത് സ്റ്റൈലും പറ്റൂല. അങ്ങനത്തെവർക്ക് വരുന്ന വേറെ ഫ്രാഗ്രൻസും വരുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഇതൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നോക്കിയേ. പക്ഷേ ഇതൊക്കെ എത്ര വട്ടം യൂസ് ചെയ്യും നമ്മൾ? ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഈ കണ്ട ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്താൽ മതിയോ? ഈ കാണിച്ചു കൊടുക്ക്. ഇത് കയ്യിലിപ്പോൾ 2 നുള്ളു ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു എത്ര നേരം പോകും? ഒരു 15 മിനിറ്റോളം പുകയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസ് അത് എടുത്തിട്ട് അതിൻ്റെ ആഷ് എടുത്തിട്ട് അടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഈ കാണുന്നത് ചാർക്കോളാണ് കേട്ടോ. നോക്കി ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ ആദ്യം കാണുന്ന ഒരു ചാർക്കോളാണ്. ഈ ചാർക്കോളിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ചാർക്കോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് ശരിക്കും ഇത് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ശരിക്കും ഹോൾസെയിലേഴ്സിനുള്ള ഡീറ്റെയിൽ ആണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ബഹൂറില്ലേ, അതിനൊക്കെ പറ്റിയ ഒരുപാട് ബർണേഴ്സ് ഉണ്ട്, പല രീതിയിലുള്ളത്. നിങ്ങൾ വലുത് വേണമെങ്കിൽ വലുത്, അല്ലെങ്കിൽ ചെറുത് വേണമെങ്കിൽ ചെറുത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ചാർക്കോൾ ടൈപ്പാണ്. ഇതിൻ്റെ ഇലക്ട്രിക് ടൈപ്പും വരുന്നുണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇത് ഇലക്ട്രിക് ടൈപ്പാണ്. അതായത് ജസ്റ്റ് കറണ്ടിൽ കുത്തി കൊടുക്കുക. അപ്പോൾ ഈ തീൻ്റെ കളിയൊന്നുമില്ല. അങ്ങനത്തെ പേടിയുള്ളവർക്കാണെങ്കിൽ ഇതാ ജസ്റ്റ് ഇതൊന്ന് പിന്നെ കറണ്ടിൽ കുത്തുക, ഇതിൽ ചാർക്കോൾ വെക്കുക, അതിൻ്റെ മേലെ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കത്തിക്കോളൂ. ഇലക്ട്രിക്കിന് ചാർക്കോൾ വേണ്ടല്ലോ, വെറുതെ ഇതിൻ്റെ മേലെ വെച്ചാൽ മതി. ഇതാ അതാ, ഇനി വലുതൊന്നും വേണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളതാ, ജസ്റ്റ് കുത്തുക, ഇതിൻ്റെ മേലെ സാധനം ഇട്ട് കൊടുത്താൽ മതി. ഇത് താഴ്ന്ന് ഇങ്ങനെ ചൂട് വരുന്നതുകൊണ്ട് ഇതും പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് ആ രീതിയിൽ നിന്നോളൂ. ഇതിൻ്റെയൊക്കെ ബൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. ഇത് മാത്രം വേണ്ടവർക്ക് ഇത് മാത്രം കൊടുക്കൂലേ നമ്മൾ? അതെ, പ്രൊഡക്റ്റ് വേണ്ട, ഇത് മാത്രം മതി, ബർണേഴ്സ് മാത്രം മതി. സെപ്പറേറ്റ് ആയിട്ടാണ് മൊത്തത്തിൽ വരുന്നത്. ബർണർ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാനുള്ള മാനുവൽ ബർണറിൽ യൂസ് ചെയ്യാനുള്ള ചാർക്കോൾ സെപ്പറേറ്റ് ആണ്. ഇത് ചാർക്കോൾ സെപ്പറേറ്റ് വരുന്നുണ്ട്. തന്നെ നമ്മളുടെ ലൈറ്റർ, ഇത് ഡിഫറെന്റ് സൈസ് ഓഫ് ലൈറ്റേഴ്സ് നമ്മൾ ഇത് ഹോൾസെയിൽ എടുക്കുമെന്ന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം നല്ല രീതിയിൽ. ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് സാധനം കിട്ടും. അതിനുശേഷം നിങ്ങളെ റേറ്റ് നിങ്ങൾ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ എത്ര ബിസിനസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാർ നിലവിൽ ഞാനിപ്പോൾ നോക്കിയിട്ട് ലോ ബഡ്ജറ്റിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാനടക്കം ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും പോകണുണ്ടോ പെർഫ്യൂമിൻ്റെ ബിസിനസ്സിലോട്ട്. അതെ, അത് ഇതൊക്കെ തന്നെയാണ് കാരണം. സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ലാബിലിംഗ് ഒരു ബിസിനസ് ഒരുവിധ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുമല്ല, നമുക്കൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കൊരു ബിസിനസ് സ്വന്തമായിട്ടുണ്ട്. അതും സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡിൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ അവർക്ക് ഐഡൻറ്റിറ്റി കൂടുതലാണ്. വേറൊരു പെർഫ്യൂമിൻ്റെ ഇത് എടുത്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കാണ് ക്രെഡിറ്റ് പോകുന്നത്. അതിന് പകരം നമ്മളുടെ ഒരു ബ്രാൻഡ് സ്വന്തം ബ്രാൻഡിൽ
നമുക്ക് മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്നൊരു റവന്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വേറെ തന്നെ. അതായത് ഞാൻ ഇപ്പോൾ പറയില്ല, ഇപ്പം +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാവും, ഇല്ലെങ്കിൽ +2 എത്തുന്നുണ്ടാവുള്ളൂ, അവർക്ക് പറ്റും. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടെടുക്കാം. പണ്ടത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുപോയിട്ട് ഓഫ്ലൈനായിട്ട് വിൽക്കേണ്ടിയിരുന്നു. ഒരു ഷോപ്പ് ഇടുന്നു, ആ ഷോപ്പിൽ വെച്ച് വിൽക്കുന്നു. ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷന് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട എന്താണ് സോഷ്യൽ മീഡിയ. ഓണ്ടർപ്രണർ ആവാൻ താല്പര്യമുള്ള ഒരാൾക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്, ബെസ്റ്റ് ടൈമാണ്. അതെ, നിലവിലിപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ, അതല്ല പഠിക്കുന്നവർ, അവർക്കൊരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് സൈഡിൽ വേണം എന്നുള്ളവർക്ക് തുടങ്ങാൻ മിനിമം ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇപ്പോൾ. അതുകൊണ്ട് ലേഡീസിന്, വീട്ടിലിരിക്കുന്ന ലേഡീസിന് സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം, അതെ, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇപ്പോൾ നമ്മളെങ്ങാട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡീസാണ്. കാരണം ഉമ്മമാരൊക്കെ സീരിയലിലേക്ക് വിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് നോക്കുകയാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങുന്നു, എല്ലാവരും അതിൽ ആഡ് ചെയ്യുന്നു, അതെ, അതിൽ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം, ഇൻസ്റ്റാഗ്രാം വേണമെന്നില്ല, വാട്സപ്പ് ത്രൂ തന്നെ ഇപ്പം നമുക്ക് മാർക്കറ്റ് ചെയ്തിട്ട് സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിലുള്ള നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങാൻ ഒരാൾ മീൻസ് ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള ട്രെയിനിങ് നമ്മളിവിടെ കൊടുക്കും. ഒരു തുടക്കക്കാരന് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു പെർഫ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും ഒരു തുടക്കത്തിലുള്ള ഒരാൾക്ക് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് പ്രോപ്പർ ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവർ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും, എങ്ങനെ ചെയ്യണം, അടുത്ത ഘട്ടം എങ്ങനെ ചെയ്യണം, ഇതൊക്കെ എങ്ങനെ മിക്സിങ് എല്ലാം പറഞ്ഞു കൊടുക്കൂലേ? എല്ലാം പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പാക്കേജിങ്, ലോഗോ ഡിസൈനിങ്, അതുപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് അടക്കം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ശരിയാണ്. ഡിസൈനിങ്, ലോഗോ ക്രിയേറ്റ് ചെയ്യേണ്ട എങ്ങനെയെന്ന് അറിയില്ലെങ്കിൽ അതും ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനൊക്കെ വേറെ ടീം തന്നെ ഉണ്ട് അല്ലേ? അതെ, നമുക്കതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള എക്സ്പെർട്സ് വേറെ തന്നെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വെബ്സൈറ്റ് ക്രിയേഷൻ, നമുക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അവർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ പൊതുവെ നടക്കുന്നൊരു കാര്യം, ഒരാൾ പെർഫ്യൂം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഒരു പുറത്തുള്ളൊരു ഏജൻസിക്ക് വെബ്സൈറ്റിന് വർക്ക് കൊടുക്കുകയാണ് പതിവ്. അതിനൊന്നും ആവശ്യമില്ല. ഈ ഐബോക്സ് എന്ന് പറയുന്നത് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. ഇവിടുന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും നമ്മളിവിടെ കൊടുക്കുന്നതാണ്. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. അടുത്ത യൂസ്ഫുൾ ആവുന്ന 2 പ്രൊഡക്റ്റുകൾ, ഒന്ന് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോക്കറ്റ് സ്പ്രേകളാണിത്. അതായത് ഒന്നെങ്കിലും നമുക്ക് പോക്കറ്റിലിട്ടിട്ട് എപ്പോഴും കൊണ്ടെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതായത് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടാവും, അതായത് ചെറിയ ഈ ഫാൻസിൻ്റെ മുന്നിലൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഇത് കാണുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കും. പിന്നെ അതുപോലത്തെ ജെൻ ഷോപ്പ്, ഇനിയിപ്പോൾ ഹോട്ടൽ വേണമെങ്കിൽ ഹോട്ടലിന് മുന്നിലും, അതായത് നമ്മൾ ആ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഇത് സെല്ല് ചെയ്തെടുക്കാം. പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ട്, ഇതിൽ തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതായത് നിങ്ങളെ ബ്രാൻഡ്, ഇപ്പോൾ ഇവർ പറഞ്ഞതാണ് പൂവി ബ്രാൻഡ്, പൂവി കമ്പനി എന്നാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പിന്നെ പൂവി, അതായത് നിങ്ങളെ ഫാൻസിൻ്റെ പേരെന്താണോ ആ പേര് തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രാഗ്രൻസിൽ നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് വേണോ ആ ഫ്രാഗ്രൻസിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇത് പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റാണ് ഈ യൂഫോറിയൻ്റെ, അതുപോലെ തന്നെ പാരിസ് അരോമൻ്റെ ബോഡി ക്രീംസ് വരെ. ബോഡി ക്രീംസ്, ഈ ബോഡി ക്രീംസിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യമേ ചെയ്യുന്നൊരു സംഭവം, ഒരു നൊസ്റ്റാൾജിക് സാധനമാണ് ഇത്. ഇങ്ങനെ നമ്മൾ സോളിഡ് ക്രീം നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ട് ഹാൻഡിലും അതുപോലെ റിസ്റ്റിലും, അതുപോലെ തന്നെ ഇത് പെർഫ്യൂമിന് പകരം ചെയ്യുന്നതാണോ? പെർഫ്യൂമിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ സിമ്പിളായിട്ട് ബോഡി ക്രീംസ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ബോഡി ക്രീംസിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും നിങ്ങളുടെ നെയിമിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ. ഇപ്പോൾ ഫാൻസി ഔട്ട്ലെറ്റ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് ഇത്. നിങ്ങളുടെ പേരിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ബ്രാൻഡ്, ആ ബ്രാൻഡ് നെയിമിൽ നിങ്ങൾക്ക് വേണ്ട ഫ്രാഗ്രൻസ് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് തരും. അതന്നെ ഒരു തേർഡ് പാർട്ടീൻ്റെ മേടിച്ച് സെല് ചെയ്യാനായിട്ട് ബെറ്റർ നിങ്ങളെ തന്നെ പേരിൽ ആ ഫാൻസിൻ്റെ അതേ ബ്രാൻഡിൽ നിങ്ങൾക്ക് അവിടെ സെല് ചെയ്യാം. അപ്പോൾ ലാഭവും ഉണ്ടാവും, ലാഭവും കൂട്ടാം, എല്ലാം ചെയ്യാം. പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആയിട്ട് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാം. ഇതിലേറെ വലിയൊരു അത് ശരിയാണ്. നമുക്ക് നമ്മളെ സ്വന്തം ബ്രാൻഡ്, നമ്മളെ ഷോപ്പിൻ്റെ പേര്
സ്റ്റിക്കർ ചെയ്ത് കൊടുക്കാൻ അവിടെ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സ്വന്തമായിട്ടൊരു ബ്രാൻഡുമായി എല്ലാത്തിനും പറയാൻ കറക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാത്തിൻ്റെ ഓരോ ചെറിയൊരു ഔട്ട്ലെറ്റ് തന്നെ തുടങ്ങാനല്ലേ ശരിക്കും. ഇനി ഓൾറെഡി ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോടാണ്, ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടും ഓൺലൈനായിട്ടും ഓൾറെഡി ഇത് ചെയ്യുന്നവരുണ്ടാവും. അപ്പം നല്ലൊരു B2B റേറ്റിന് ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റോറിലോട്ട് വേണ്ട കസ്റ്റമൈസേഷൻ ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും ഇവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള എല്ലാ പ്രൊഡക്റ്റും ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര ഐറ്റംസ് ഉണ്ട്, ഒരു 1000 അബവ് 1000 ഒരു എബോ 1000 സ്മെൽ. അതിനെന്താ പറയുക, സ്മെല്ലോ എന്താ പറയുക, ഫ്രാഗ്രൻസ് ഓയിൽ ഇത് 3000 അബോ. ഇത് ഈ ബിസിനസ് ഓൾറെഡി റൺ ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്താണ് ഓയിൽ. അപ്പം ഇതിലിങ്ങനെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പുതിയത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഇവർ പറഞ്ഞുതരും. അപ്പോൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ. കാരണം നല്ല ഹോൾസെയിൽ റേറ്റിനാണ് ഇവരിതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, എല്ലാം ഡെലിവറി ഇല്ലേ, ഓൾ ഇന്ത്യ ലെവലിൽ ഇവർ എവിടത്തേക്ക് വേണമെങ്കിലും ഡെലിവറിയും ചെയ്തുതരും. ഇനിയിപ്പം ഇങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനത്തെവർക്കും പേടിക്കേണ്ട. എല്ലാം ഇവരെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ തന്നെ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ എമറാൾഡ് മാളുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഐബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുക. ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലുണ്ട് കറക്റ്റ് പിന്നെ ലൊക്കേഷൻ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ആദ്യം തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും, എപ്പോൾ വരണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം. അപ്പം ഇവരെ കോൺടാക്റ്റ് ചെയ്യാം.